അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 27-ാം സങ്കീർത്തനമാണ്. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത് എന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ രാജാവാകുന്നതിന് മുമ്പേ തൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ യഹൂദന്മാർ ചിന്തിക്കുന്നത് ദാവീദ് പ്രായമായതിനു ശേഷം എഴുതിയ സങ്കീർത്തനമാണ് ഇത് എന്നാണ്. 2 ശമൂവേൽ 21-ാം അധ്യായം 16-17 വാക്യങ്ങളിലെ സംഭവം പോലെ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാഫാ മക്കളിൽ ഇസ്ബിബെനോബ് എന്നവൻ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ സിറിയയുടെ മകനായ അബീശായി ദാവീദിനെ അവൻ്റെ കയ്യിൽ നിന്നും അത്ഭുതകരമായി രക്ഷിക്കുകയും ദാവീദിൻ്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രയേലിൻ്റെ ദീപം കെടുത്താതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോട് കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്യുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് 27-ാം സങ്കീർത്തനം ദാവീദ് എഴുതിയതെന്ന് യഹൂദന്മാർ ചിന്തിക്കുന്നു. എന്തു തന്നെയായിരുന്നാലും ഒരു കാര്യം നിശ്ചയമാണ്, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ദൈവം ദാവീദിൻ്റെ രക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. ദാവീദിന് ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ധൈര്യവും ഉണ്ടായിരുന്നു. യഹോവയിൽ അവൻ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. ദൈവത്തോടുകൂടെ ജീവിക്കുവാനും അവൻ്റെ കൃപയും കരുണയും പ്രാപിക്കുവാനുമായിരുന്നു ദാവീദിൻ്റെ ഹൃദയവാഞ്ച. ദാവീദിൻ്റെ ദൈവത്തിലെ ആശ്രയവും ധൈര്യവും മൂലം മറ്റനേകരിലേക്ക് ദൈവിക പ്രത്യാശ പകരപ്പെടുന്നുണ്ട്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് യഹോവ എൻ്റെ വെളിച്ചം എന്നാണ് പറയുന്നത്. ദാവീദിൻ്റെ ജനങ്ങൾ 2 ശമൂവേൽ 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദാവീദിനെ വിളിക്കുന്നത് ഇസ്രയേലിൻ്റെ വെളിച്ചം എന്നാണ്. ദൈവം ജനത്തിൻ്റെ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിൻ്റെ അടുക്കൽ വരുവാൻ താല്പര്യമുള്ളവർക്ക് നിശ്ചയമായും അതിൻ്റെ പ്രയോജനം ലഭിക്കും. വെളിച്ചത്തിൻ്റെ പ്രത്യേകത അത് ഇരുളിനെ നീക്കുന്നു എന്നതാണ്. ഇരുളിൻ്റെ പ്രത്യേകത അത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തുന്നു എന്നതാണ്. ഒന്നും ശരിയായി കാണുവാൻ, മനസ്സിലാക്കുവാൻ, അനർത്ഥമോ ഇടർച്ചകളോ നാം യാത്ര ചെയ്യുന്ന പാതയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം ഇരുൾ നമ്മുടെ കാഴ്ച മറയ്ക്കുന്നു. എന്നാൽ വെളിച്ചമുണ്ടെങ്കിൽ ഇടർച്ചകൾ എത്രയുണ്ടെങ്കിലും കുഴികളും കെണികളും ഉണ്ടെങ്കിൽ അതും വെളിച്ചം നമുക്ക് കാട്ടിത്തരും. അതുപോലെ തന്നെ തെറ്റ് ഏതാണെന്നും ശരി ഏതാണെന്നും ഏത് വഴിക്ക് പോയാൽ സമാധാനത്തോടെ ലക്ഷ്യത്തിലെത്താം എന്നും തിരിച്ചറിയാതെ വണ്ണം സാത്താൻ നമ്മെ തപ്പി നടക്കുമാറാക്കുമ്പോൾ കൃത്യമായ ആലോചന പറഞ്ഞു തന്ന് അരുതാത്ത വഴിയിലേക്കോ നാശം വരുന്ന സാഹചര്യങ്ങളിലേക്കോ പോകാതെ വണ്ണം ദൈവം നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിച്ച് തിരിച്ചറിയുവാനുള്ള കൃപ തരുന്നു. പാപം നമ്മെ സാത്താൻ്റെ സന്തതികളാക്കി മാറ്റുമ്പോൾ നമ്മെ കൺട്രോൾ ചെയ്യുവാൻ അവന് അധികാരം ലഭിക്കുന്നു. എന്നാൽ നാം ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ യേശു നല്ല വഴികാട്ടിയായി നമ്മോട് കൂടെ വസിക്കുകയും നാശത്തിൽ വീഴാതെ നമ്മുടെ കാലടികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു തീരത്തിലായിരുന്നു മനോഹരമായ ആ തുറമുഖം പണിയപ്പെട്ടിരുന്നത്. ആ തുറമുഖത്ത് കപ്പലുകൾ വരികയും പോവുകയും ചെയ്തിരുന്നത് കപ്പിത്താന്മാർക്ക് വർഷങ്ങളായി അറിയാമായിരുന്ന വളരെ പരിചയസമ്പന്നനായ ഒരു വ്യക്തി ഓടിച്ചിരുന്ന ഒരു ചെറിയ ബോട്ടിനാൽ വഴി കാട്ടപ്പെട്ടായിരുന്നു. ഒരിക്കൽ അവിടെ വന്ന ഒരു സന്ദർശകൻ ബോട്ട് ഡ്രൈവറോട് ചോദിച്ചു, ഈ തുറമുഖവുമായി നിങ്ങൾക്ക് വേണ്ടത്ര പരിചയമുള്ളത് കൊണ്ട് ഓരോ പാറക്കൂട്ടങ്ങളെയും വെട്ടിച്ച് ഓടിക്കുവാൻ തക്കവണ്ണം അവ ഓരോന്നിനെയും കുറിച്ച് താങ്കൾക്ക് വേണ്ടത്ര അറിവ് കാണുമായിരിക്കും അല്ലേ? എന്നാൽ ആ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രായം ചെന്ന ബോട്ട് ഡ്രൈവർ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് പാറകൾ എവിടെയാണെന്ന് അറിയില്ല. എന്നാൽ കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന സമുദ്രത്തിലെ ആഴമുള്ള ഭാഗങ്ങൾ എനിക്കറിയാം. ഇതുപോലെ തന്നെ യഹോവ വെളിച്ചമായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതപ്പടക് തകർന്നു പോകുവാനിട വരുത്തുന്ന കെണിയും കുടുക്കും സാത്താന്യ തന്ത്രങ്ങളും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ബോധം വരുത്തും. ബോധം വരുന്നതൊക്കെയും വെളിച്ചം പോലെ തെളിവല്ലോ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ വാസ്തവമായി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ നാം ദോഷത്തെ വെറുക്കുന്നവരാകണം എന്ന് 97-ാം സങ്കീർത്തനം 10-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യഹോവ ജീവൻ്റെ ബലമാണ്. കാരണം ആശ്വാസം നിരസിക്കപ്പെട്ട വേളകളിൽ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ
നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ ബലം നൽകി സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നവനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. യേശു സമാധാന പ്രഭുവാണ്. സമാധാന നദി പോലെ ഒഴുക്കിത്തരുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അകൃത്യം നമ്മിലുണ്ടാകാതെ നാം സൂക്ഷിക്കണമെന്ന് മാത്രം. അതിനായി നാം ചെയ്യേണ്ടത് ദൈവം മനുഷ്യന് നിശ്ചയിച്ച വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കുക എന്നതാണ്. ആ വഴി വിശാലമായ വഴിയല്ല. ആ വഴി തിരഞ്ഞെടുക്കുവാൻ അധികമാരും താല്പര്യം കാണിക്കാറുമില്ല. നമ്മുടെ വഴിയിൽ കൂടി കർത്താവിനെ നടത്തുവാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. എന്നാൽ നാം കർത്താവിൻ്റെ വഴിയിൽ കൂടി നടന്നാൽ യേശു നമ്മെ കരം പിടിച്ച് നമ്മെ സഹായിക്കും. യേശു പറഞ്ഞു, നിത്യജീവനിലേക്ക് പോകുന്ന വാതിലിടുക്കവും വഴി ഞെരുക്കവും ഉള്ളതാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യേശു നമ്മെ സംരക്ഷിക്കുന്നവനാണ്. ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല, വാർദ്ധക്യത്തിലും അവൻ നമ്മെ പരിപാലിക്കും. 27-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ യഹോവേ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ടീച്ച് മീ യുവർ വേ ഓ ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യത്തിൽ മോശ കർത്താവിനോട് നിൻ്റെ വഴി പഠിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ 25-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഷോ മീ യുവർ വേ ഓ ലോർഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മോശയും ദാവീദും ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം 18-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: യഹോവയുടെ വഴി തികവുള്ളതാണ്. തികവുള്ളത് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വഴിയാണ് യഹോവയുടെ വഴി എന്ന് സാരം. കുറ്റമില്ലാത്ത വഴിയാണ് യഹോവയുടെ വഴി എന്ന് നാം മനസ്സിലാക്കണം. കാരണം ആ വഴി ദൈവം ഇഷ്ടപ്പെടുന്ന വഴിയാണ്. ഇവിടെ വഴി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ എന്നാണ്. ജീവിക്കേണ്ട വിധം, ജീവിത രീതി എന്നെല്ലാം അതിനർത്ഥമുണ്ട്. ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിത രീതി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് 10 കൽപ്പനയിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വഴി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് സൗമ്യതയും താഴ്മയുമാണ്. കാരണം 25-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, ദൈവത്തിൻ്റെ വഴി പഠിക്കേണ്ടതിന് നമുക്ക് ദൈവഭയം ആവശ്യമാണെന്ന് 25-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ് യഹോവ ഭക്തനായ പുരുഷൻ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഇവിടെ യഹോവ ഭക്തൻ എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവഭയമുള്ളവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ വഴി തികവുള്ളത് ആണ്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ സംരക്ഷണം ഉള്ള വഴിയാണ് യഹോവയുടെ വഴി. ദുഷ്ടന്മാരുടെ വഴി നാശകരമാണ്. നല്ല സുഖമാണ് എന്ന് ദുഷ്ടന്മാർ തങ്ങളുടെ വഴിയിൽ നിന്നുകൊണ്ട് പറയാറുണ്ട്. എന്നാൽ അവരുടെ ജീവയാത്ര കീഴോട്ടാണെന്നതിന് സംശയമില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും ബിലയാമിന് ലഭിച്ചു. ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ മോവാബ് രാജാവായ ബാലാക്കിനെ ബുദ്ധിയുപദേശം കൊടുത്തതിൻ്റെ പാരിതോഷികമായിരുന്നു അത്. ഇസ്രായേൽ മക്കളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. ബിലയാമിന് ചാക്കുകണക്കിന് നന്മകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അത് കണ്ടുകൊണ്ട് ബിലയാമിന് അല്പം ദിവസമേ ജീവിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തിൻ്റെ വഴി ദൈവം ബിലയാമിനെ പഠിപ്പിച്ചു. നീ ഇസ്രായേലിനെ ശപിക്കരുത്, കാരണം നീ അവരെ ശപിച്ചാൽ നീ ശപിക്കപ്പെട്ടു പോകും. അവർ എൻ്റെ ജനമാണ്. എന്നാൽ ബിലയാമിന് സൗമ്യതയുണ്ടായിരുന്നില്ല. അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു. പണത്തിനു വേണ്ടി എന്തു പാപവും മടിയില്ലാതെ ചെയ്യുന്ന വ്യക്തികൾ ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചുകൊള്ളുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വഴി ബിലയാം അറിഞ്ഞുവെങ്കിലും അവൻ തൻ്റെ സ്വന്തം വഴിയിൽ കൂടി തനിക്ക് ബോധിച്ച വണ്ണം നടന്നതിനാൽ ഇസ്രായേൽ മക്കളുടെ വാളിന് അവൻ ഇരയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എത്രയെല്ലാം പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും ദൈവം ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് നമ്മുടെ കാലടികൾ തെറ്റിച്ചെല്ലരുത്. കാരണം ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദാവീദ് ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം ജീവിച്ചു. ബത്ശേബയുടെ കാര്യത്തിലല്ലാതെ യാതൊരു തെറ്റും ചെയ്യാതെ, അകൃത്യം ചെയ്യാതെ തന്നെത്താൻ കാത്തു. അവൻ തൻ്റെ നിഷ്കളങ്കതയും യഹോവാഭക്തിയും വിട്ടുകളഞ്ഞില്ല. ബൈബിൾ വായിക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും ദാവീദ് ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ യോശുവ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദാവീദിൻ്റെ ജീവകാലത്ത് ഒരു സിംഹത്തിനും ഒരു കരടിക്കും ഗോലിയാത്തിനും അബ്ശലോമിനും അഹിതോഫെലിനും ശത്രുരാജ്യങ്ങളിലെ ഒരു രാജാവിനും ഒരിക്കലും ദാവീദിൻ്റെ മുൻപിൽ നിവർന്നു നിൽക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദാവീദ് കടന്നുപോയ പ്രതിസന്ധികൾ ആയിരിക്കുകയില്ല നാം നേരിടുന്നത്.
ഓർക്കുക, നമ്മെ സഹായിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കരം ചെറുതായിട്ടില്ല. ഏത് പ്രതിസന്ധിയിലും ഓടി വന്ന് സഹായിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കനെ കണ്ട് സങ്കടം ബോധിപ്പിക്കുവാൻ വലിയൊരു കൂട്ടം സന്ദർശകർ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. അന്ന് യൂണിഫോമിൽ തന്നെ ഒരു പട്ടാള ഓഫീസറും പ്രസിഡന്റിനെ കാണുവാൻ എത്തിയിരുന്നു. എന്നാൽ പ്രസിഡന്റിൻ്റെ സെക്രട്ടറി സന്ദർശന സമയം കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, സമയം കഴിഞ്ഞതിനാൽ എല്ലാവർക്കും മടങ്ങിപ്പോകാമെന്ന്. ഈ സമയത്ത് ഒരു കൊച്ചുകുട്ടി അവിടെ പ്രസിഡന്റിനെ കാണുവാൻ വന്ന പട്ടാള ഓഫീസറിൻ്റെ തിളങ്ങുന്ന സ്റ്റാറുകളിൽ ആകൃഷ്ടനായി വന്ന് അയാളോട് കുശലം പറയുകയാണ്. എന്തിനാണ് വന്നതെന്ന് കുഞ്ഞ് ചോദിച്ചതിന് മറുപടിയായി ഓഫീസർ പറഞ്ഞു, പ്രസിഡന്റിനെ കാണുവാനാണ്. എങ്കിലും ഇന്ന് കാണുവാൻ കഴിയുകയില്ല, സമയം തീർന്നു എന്ന് സെക്രട്ടറി അറിയിച്ചു എന്നും കൂടി കുഞ്ഞിനോട് പറഞ്ഞു. ആ കുട്ടി ഓഫീസറിനോട് പറഞ്ഞു, അത് സാരമില്ല, താങ്കൾക്ക് പ്രസിഡന്റിനെ കാണുവാൻ കഴിയും, കാരണം പ്രസിഡന്റ് എൻ്റെ പപ്പയാണ്. ഞാനിപ്പോൾ തന്നെ പപ്പയോട് പറയാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് അബ്രഹാം ലിങ്കൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. ഈ സമയത്താണ് സെക്രട്ടറി വീണ്ടും വന്നത്. ഓഫീസർ മടങ്ങിപ്പോയില്ല എന്ന് കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമയം കഴിഞ്ഞതിനാൽ ഇനി നാളെ മാത്രമേ പ്രസിഡന്റിനെ കാണുവാൻ കഴിയൂ. ഉടനെ ഓഫീസർ പറഞ്ഞു, ഇവിടെ നിന്നിരുന്ന കുട്ടി എന്നോട് പറഞ്ഞു പ്രസിഡന്റിനെ കാണുവാൻ അവസരം തരപ്പെടുത്താമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന തോമസ് സ്റ്റാർലിങ്കൻ എന്ന കുഞ്ഞിനെയാണോ? അതെ എന്ന് മറുപടി കേട്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഇപ്രകാരമാണ്, എന്നാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അത് പ്രസിഡന്റിൻ്റെ ഇളയ കുഞ്ഞാണ്. അവൻ പറഞ്ഞാൽ പ്രസിഡന്റ് കേൾക്കും, കാരണം പ്രസിഡന്റ് അവനെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഭൂമിയിലെ ഒരു അപ്പൻ്റെയും മകൻ്റെയും കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അങ്ങനെയെങ്കിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങൾക്ക് എത്ര അധികം നമ്മോട് കരുണ കാണിക്കും. അതെ, നമ്മുടെ ആവശ്യങ്ങൾ അവൻ നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും. മുൻപേ നാം അവൻ്റെ മക്കൾ എന്ന പദവി നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. നാം എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിളിൽ ദൈവം അറിയിച്ചിട്ടുണ്ടോ അപ്രകാരമാണ് നാം ജീവിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തി ജീവിക്കണം. അങ്ങനെയായാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം അവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നിശ്ചയമായും ഈ ഭൂമിയിൽ തന്നെ ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും മരണശേഷം നിത്യജീവൻ അവകാശികളായി തീരുവാനും നമുക്ക് കഴിയും. അപ്രകാരം കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.